വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രോഹിത്തും വിഷ്ണുവും കൂടി പപ്പി അന്വേഷിച്ച് ബസ് സ്റ്റാൻഡിലും വഴിവക്കിലും ഒക്കെ നിൽക്കുന്നവരോടൊക്കെ ഈ പപ്പിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി എവിടെയെങ്ങാനും കണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷെ ആരും കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷമിക്കുന്ന രോഹിത്തിനെ വിഷ്ണു ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ശാരദാമ്മ ഒന്ന് വിളിക്കുകയാണ്. സത്യയെ അവിടെ നിന്നുകൊണ്ട് തന്നെ വിളിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു, വരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പപ്പിയോട് അവിടെ തന്നെ പോയി വിളിക്കാൻ പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ഇന്നെന്താ പതിവില്ലാത്ത ഒരു ശീലങ്ങൾ, മറ്റേത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറയുമ്പോഴേ ഓടി വന്ന് കസേരയിരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ ചപ്പാത്തി എടുത്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ശാരദാമ്മയോട് എനിക്ക് ഇഡ്ഡലി വേണമെന്ന്. അന്നേരം അയ്യോ ഞാൻ മറന്നുപോയി മോളെ, ഇന്ന് എന്തായാലും ഇഡ്ഡലിക്കുള്ള മാവെടുത്ത് വയ്ക്കാം, നാളെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പ്ലേറ്റിൽ അങ്ങോട്ട് എടുത്താൻ തുടങ്ങുമ്പോൾ ഇതെന്താ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല ഞാൻ റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും വേണ്ട ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യം കള്ളം പറയാനായിട്ട് പാടുപെടുകയാണ്. അത് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ കാർട്ടൂൺ കാണാനായിട്ട് പറ്റില്ല. അന്നേരം കാർട്ടൂണൊക്കെ പിന്നെ കാണാം, മോൾ ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അത് പറ്റില്ല ശാരദാമ്മ, അതിലൊരു രസമില്ല, ഞാൻ കൊണ്ടുപോയി കഴിച്ചോളാന്ന് പറയുകയാണ്. അന്നേരം തുടർന്ന് രണ്ട് ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ രണ്ടെണ്ണേ ഉള്ളോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മോൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ലല്ലോ പിന്നെന്താ, എന്നാലും എനിക്ക് വിശക്കൂലേ, ഒരു രണ്ടെണ്ണം കൂടി വയ്ക്കുമെന്ന് സത്യ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഈ സത്യ മൊത്തത്തിലങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ് ഇത് കഴിച്ചില്ലെങ്കിലുണ്ടോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കും, പ്ലേറ്റിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം ശാരദാമ്മ വന്ന് നോക്കുകയെന്നും വേണ്ട, ഞാൻ പ്ലേറ്റ് ഇവിടെ കൊണ്ട് വന്ന് വെച്ചോളാം എന്നിങ്ങനെ പറയാം, മുഴുവൻ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അല്ല ശാരദാമ്മയ്ക്ക് ഒരുപാട് പണിയുള്ളതല്ലേ, വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങ് ചിരിക്കുന്നുണ്ട്. തുടർന്ന് 2 ചപ്പാത്തി കൂടി എടുത്ത് വെച്ച് കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോകണേ എന്നൊക്കെ പറയുമ്പോൾ അത് ശരി ശാരദാമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ സത്യമാണെങ്കിൽ റൂമിനകത്തേക്ക് ചെന്ന് വാതിലങ്ങ് അടയ്ക്കുന്നുണ്ട്. അന്നേരം പപ്പിയാണെങ്കിൽ ആ കട്ടിലിൻ്റെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. വാ നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ തറയിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് പ്ലേറ്റ് സെൻറ്ററിൽ വെക്കുന്നുണ്ട്. നമുക്ക് 2 പേർക്കുമുള്ള ചപ്പാത്തി എടുക്കാനായിട്ട് ഇത്തിരി പണി പെടേണ്ടി വന്നു. ഞാൻ ചപ്പാത്തി അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിലും അല്ല, എന്നാലും ഇച്ചിരി കള്ളം പറയേണ്ടി വന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ പപ്പി പറയുന്നുണ്ട് ജില്ലാ കളക്ടറെയാണ് പറ്റിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന്. അന്നേരം ഞാൻ ഇപ്പോൾ പറ്റിച്ച് ശാരദാമ്മയാണ്, പാവമാണ് ശാരദാമ്മ, ഞാൻ എന്ത് പറഞ്ഞാലും ശാരദാമ്മ അങ്ങ് വിശ്വസിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി ചപ്പാത്തി കഴിച്ചു തുടങ്ങുന്നുണ്ട്. അന്നേരം പപ്പി പറയുകയാണ് സത്യയ്ക്ക് ഇവിടെ സുഖമാണല്ലേ, ആരും വഴക്കിന് വരൂലല്ലോ എന്ന്. അന്നേരം പപ്പിയോട് അവിടെ ആരാ വഴക്കിന് വരുന്നതെന്ന് സത്യ ചോദിക്കുമ്പോൾ വേറെ ആരാ, കാർത്തികാൻറ്റി തന്നെ, ശല്യം, വീട്ടിൽ നിന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന്. അന്നേരം അതൊക്കെ പെട്ടെന്ന് സാധിക്കും, ബിഗ് ഫ്രണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ കാർത്തികാൻറ്റിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞിട്ട് 2 പേരും ഭക്ഷണം കഴിച്ചങ്ങ് തുടങ്ങുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ മുറ്റത്ത് നിന്ന് സത്യഭാമ ആരെയൊക്കെ പപ്പിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. രാഘവൻ നായരും പിള്ളയും പൊന്നും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, എടോ പിള്ള താങ്കൂടെ പോയി അന്വേഷിക്കുക, അവരെ ഇതുവരെ കണ്ടില്ലല്ലോ, എനിക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെയും ആശ്രയിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് രാഘവൻ നായർ ആകെ വിഷമത്തിലാണ്. അന്നേരം സാറ് ടെൻഷൻ ആവാതിരിക്കുക, അവരൊക്കെ പോയിട്ടുണ്ടല്ലോ, സാറ് വെറുതെ ടെൻഷൻ അടിച്ചു, BP ഒന്നും കൂട്ടണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ ആരെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, വിഷ്ണു ഒന്ന് വന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് വിഷ്ണുവും രോഹിത്തും കൂടി തിരികെ വരുന്നുണ്ട്. ആകെ വിഷമിച്ചാണ് രോഹിത്തും വിഷ്ണുവും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അന്നേരം എന്തായടാ എന്ന് ചോദിക്കുമ്പോൾ പപ്പിമോളെ കുറിച്ച് വല്ല വിവരവും എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, എല്ലാവർക്കും ഒരേ ഉത്തരം മാത്രമാണ്, കണ്ടിട്ടില്ല, വന്നിട്ടില്ല എന്നൊക്കെ മാത്രമാണ് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്തും ആകെ വിഷമിച്ചാണ് സംസാരിക്കുന്നത്. അന്നേരം പിള്ള പറയുകയാണ് ഇനി പപ്പിമോൾക്ക് വല്ല അപകടവും എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു മിണ്ടായിരിക്കടോ, അങ്ങനെയും സംഭവിക്കുന്നില്ല, എൻ്റെ കുട്ടി ഒന്നും സംഭവിക്കാതെ അച്ചച്ചാന്ന് വിളിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ സത്യഭാമയും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ആശ്വസിച്ചിരിക്കാൻ പാടില്ല, ഹോസ്പിറ്റലിലും എല്ലായിടത്തും ഒക്കെ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അവിവേകമൊന്നും പറയാതിരി ഭാമ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ വിചാരിക്കണമെന്നല്ല, നമ്മളിപ്പോൾ കുട്ടി അന്വേഷിച്ച് നടക്കുന്നത് പോലെ ഹോസ്പിറ്റലുകാരും ഈ കുട്ടിയുടെ ബന്ധുക്കളെ അന്വേഷിച്ച് നടക്കുന്നതാണെങ്കിലും ആ വഴിക്കൂടി ചിന്തിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഭാമയ്ക്കും വിഷ്ണുവിനും രോഹിത്തിനും ഒക്കെ ഓരോരോ കോളൊക്കെ വരുന്നുണ്ട്, അന്വേഷിക്കുന്നവർ വിളിക്കുന്നതാണ്, പക്ഷെ ആർക്കും ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അന്നേരം ഭാമ പറയുകയാണ് എങ്ങനെ ഇതൊക്കെ സംഭവിക്കാതിരിക്കും, മനസ്സ് മുഴുവൻ കള്ളത്തരവുമായിട്ട് നടക്കുന്ന ഒരമ്മയുടെ മകൾ, അവളുടെ അമ്മ കള്ളത്തരവുമായിട്ടല്ലേ നടക്കുന്നത്, ദൈവം കൊടുത്ത ശിക്ഷയാണ്, അതിന് നമ്മൾ കൂടി അനുഭവിക്കണമെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുക. ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് ഭാമ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്, പറഞ്ഞു പോകുന്നതാണ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ദേഷ്യപ്പെടുകയാണ്, ശിക്ഷ വിധിക്കലൊക്കെ പിന്നീടാകാം, ഇപ്പം എങ്ങനെയും അവളെ കണ്ടെത്താനായിട്ട് നോക്കുന്നിങ്ങനെ വിഷ്ണുവും പറയുന്നുണ്ട്. അന്നേരം ഭാമയൊന്നും മിണ്ടാതിരിക്കുകയാണ്.
ഈ സംഭവങ്ങളൊക്കെ മുകളിൽ നിന്ന് കാർത്തിക കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ പപ്പി ഇത് എവിടെ പോയതായിരിക്കും, ഇനിയിപ്പോൾ ഭിക്ഷക്കാരുടെ കയ്യിലെങ്ങാനും പെട്ട് കാണുമോ എന്നൊക്കെ കാർത്തിക മുകളിലെ ബാൽക്കണിയിൽ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഗോപാലകൃഷ്ണൻ ശ്യാമയും കൂട്ടി ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ആരാണെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. ഗോപാലകൃഷ്ണനെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്ന് ശ്യാമയും ഇറങ്ങുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ ഇറങ്ങിയിട്ടും മുന്നോട്ട് നടക്കാതെ മടിച്ച് നിൽക്കുകയാണ്. അന്നേരം മോളെ വാ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോഴും ശ്യാമ മുന്നോട്ട് നടക്കുന്നില്ല. തുടർന്ന് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ്. അന്നേരം നിൽക്കടി എവിടെയെന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം എങ്ങോട്ടാണ് കയറി പോകുന്നത്, സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പോലും കഴിവില്ലാതെ സ്വന്തം കുഞ്ഞേച്ചി മാത്രം മതിയെന്നും പറഞ്ഞ് നടന്നതല്ലേ, തളർന്ന് നീ കട്ടിൽ കിടന്നതല്ലേ, പോയി കിടക്കടി, അവിടെ തന്നെ കിടന്നോ, നീ ആ മൂദേവിയും കെട്ടിപ്പിടിച്ച് അവിടെ നിന്നാൽ പോരായിരുന്നോ, ഇങ്ങോട്ട് എന്തിനാ കെട്ടിയെടുത്ത് വന്നത് എന്നും പറഞ്ഞ് ആകെ അങ്ങ് വഴക്ക് പറയുകയാണ്. അന്നേരം വിഷ്ണുവും പിന്നെ രാഘവൻ നായരും ഒക്കെ ഭാമയെന്നും അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം നീ ഇതിൽ ഇടപെടേണ്ട വിഷ്ണു എന്നൊക്കെ സത്യഭാമ പറയുകയാണ്. തുടർന്ന് രോഹിത്ത് ചെന്ന് ശ്യാമയോട് പറയുന്നുണ്ട്, ശ്യാമയെ നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ, സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പോലും അവൾക്ക് സമയമില്ലായിരുന്നു, അവൾക്ക് അവരുടെ കുഞ്ഞേച്ചി മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, സത്യമ്മ ഇവൾക്കൊരു തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം, ഇവളെ ഇവിടെ തന്നെ നിർത്തണം, സ്വന്തം കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഇവൾക്ക് എങ്ങനെയാണ് അവിടെ നിൽക്കാനായിട്ട് സാധിക്കുക, എന്തായാലും പെറ്റമ്മയോളം ആർക്കും സങ്കടം വരില്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് സത്യഭാമ വീണ്ടും ശ്യാമയും ഒരുപാട് വഴക്ക് പറയുമ്പോൾ വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ പറയുമ്പോൾ ആര് പറയുന്നതും കേൾക്കുന്നില്ല. അന്നേരം രോഹിത് എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ ഈ ശ്യാമ പറയുന്നുണ്ട്. അവസാനം ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ സത്യാമ്മയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് പിന്നെ ശ്യാമയാണെങ്കിൽ സത്യമ്മയുടെ കാല് കെട്ടിപ്പിടിച്ചും കിടന്നും കരയുകയാണ്. എൻ്റെ പപ്പിമോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞ് കരയുമ്പോൾ സത്യഭാമ ഒരൊറ്റ അങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം ശ്യാമ മണ്ണിൽ തറയിൽ ചെന്നങ്ങ് വീഴുന്നുണ്ട്. അന്നേരം അമ്മയെ അങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞ് വിഷ്ണു പറയുമ്പോൾ പോടാന്നൊക്കെ വിഷ്ണുവിനെ പറയുന്നുണ്ട്. പക്ഷെ രോഹിത് അത് ശ്രദ്ധിക്കും. രോഹിത് അങ്ങ് കല്ലുപോലെ നിൽക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണനാണെങ്കിൽ അങ്ങോട്ട് ശ്യാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇവളൊരു തെറ്റ് ചെയ്തു, ശരി തന്നെയാണ്, അതിന് മാപ്പും പറഞ്ഞു, പക്ഷെ ഇവളിവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ശാലിനിയുടെ ഗതി എൻ്റെ ശാലിനിയെ പോലെയല്ല, അവളുടെ ഗതി ഇവൾക്കുണ്ടാകല്ലെന്ന് പറയുമ്പോൾ അത് സത്പുത്രിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്നും പറഞ്ഞ് ഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. വീണ്ടും വഴക്ക് പറയാനായിട്ട് തുടങ്ങുമ്പോഴും പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമേ ഇനി നീ ഒന്നും പറയണ്ട, അവളുടെ മകളെയാണ് കാണാതായിരിക്കുന്നത്, പപ്പിമോള് തിരിച്ചു വന്നാൽ ആദ്യം തിരക്കുന്നത് അവളുടെ അമ്മയായിരിക്കും എന്ന് പറയുമ്പോൾ രാഘവേട്ടാന്നും പറഞ്ഞിട്ട് ഭാമ എതിർക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ആകെ ദേഷ്യത്തിൽ അങ്ങ് സംസാരിക്കുകയാണ്. ഇനി ഈ തീരുമാനം ഞാൻ എടുക്കുകയാണ്, നീ മറുത്തൊന്നും പറയണ്ട, മോളെ ശ്യാമേ നീ അകത്തേക്ക് കയറിപ്പോ, അകത്തേക്ക് ചെന്നിട്ട് പപ്പിയുടെ കൂട്ടുകാരികളെയൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുക അവൻ അവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോയെന്ന്, ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ, കയറിപ്പോ അകത്ത് എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. എന്നിട്ട് ശ്യാമ ഇങ്ങനെ രോഹിത്തിനെയും പിന്നെ സത്യഭാമയും ഒക്കെ മാറി നോക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ശ്യാമ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, കയറിപ്പോ അകത്ത് എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുകയാണ്. തുടർന്നും രോഹിത്തിനെയും ഭാമയും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊന്നും ഒന്നും പറയില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, മോൾ അകത്തേക്ക് പോ, ഞാൻ പറഞ്ഞത് ചെയ്യ് എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ മുഖം കൊനിച്ച് നിൽക്കുകയാണ്. രാഘവൻ നായരുടെ ശബ്ദത്തിന് മുകളിൽ ഭാമ സംസാരിക്കുന്നില്ല, തല ഉഞ്ചിന് നിൽക്കുകയാണ്. തുടർന്ന് ശ്യാമ സങ്കടത്തോടു കൂടിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നാലെ കുറച്ചു നേരം നോക്കിയതിന് ശേഷം രോഹിത്തും അങ്ങ് കയറി പോവുകയാണ്. അതിനുശേഷം രാഘവൻ നായർ പറയുന്നുണ്ട്, സത്യഭാമയോട് പറയുന്നുണ്ട്, സത്യമ്മ ഞാൻ ഇറങ്ങിയാണ്, ഞാനും കൊച്ചിനെ അന്വേഷിക്കുക തന്നെയാണ്, കവലയിലും ബീച്ചിലും തെരുവോരങ്ങളിലും എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യഭാമ ആകെ ദേഷ്യത്തിലും ഗൗരവത്തിൽ നിൽക്കുകയാണ്. രാഘവൻ നായർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഓട്ടോയിൽ കയറാൻ നേരം വിഷ്ണുവിനെ ഇങ്ങനെ ഒരൊറ്റ നോട്ടം നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഗോപാലകൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ദേഷ്യത്തോടെയാണ് ഗോപാലകൃഷ്ണൻ വിഷ്ണുവിനെ നോക്കുന്നത്. ആ ശാലിനിയുടെ കാര്യം എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ വിഷ്ണു ഒന്നും പറയുന്നില്ല. തുടർന്ന് ഗോപാലകൃഷ്ണൻ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയാണ്. തുടർന്ന് ഭാമയങ്ങ് ആകെ കലികേറി ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നാലും അവൾ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ ഇനി അകത്ത് ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂടാന്നിങ്ങനെ രാഘവൻ നായർ വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല അച്ഛാ, അമ്മ ആകെ ഇത്തിരി ഒന്ന് അടങ്ങി നിൽക്കുകയാണ്, ഇനിയിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞു തീർക്കട്ടെ, അല്ലാതെ പിന്നെ എന്തോ ചെയ്യുക എന്നും പറഞ്ഞ് വിഷ്ണു ആകെ ദേഷ്യത്തിലങ്ങ് കലികേറി സംസാരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണുവിൻ്റെ ഫോൺ വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അത് കൊച്ചിനെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാർത്ത ആയതുകൊണ്ട് വിഷ്ണുവിൻ്റെ മുഖം മാറുമ്പോൾ രാഘവൻ നായർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വീഴാൻ തുടങ്ങുകയാണ്. അന്നേരം പിള്ള ഓടിപ്പോയി പിടിക്കുന്നുണ്ട്. അന്നേരം എന്നെ പിടിച്ചുകൊണ്ട് കിടക്കാതെ പോയി അന്വേഷിക്കടോ, പിടിച്ചുകൊണ്ട് കിടക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് രാഘവൻ നായർ പിള്ളയോടങ്ങ് ദേഷ്യപ്പെടുകയാണ്.
ഇതേസമയം കാർത്തിക ചിന്തിക്കുന്നുണ്ട് ഈ പപ്പി ഇത് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ശ്യാമ അകത്തേക്ക് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും അവൾ വന്നിരിക്കുന്നത്. അന്നേ അവൾ ആ കുഞ്ഞിനെയും കൊന്നു കളയേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മുകളിലത്തെ ഹാളിലേക്ക് വരുമ്പോൾ സത്യഭാമ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പപ്പിയെക്കുറിച്ച് ഓർത്താണ് ഭാമ വിഷമിച്ചിരിക്കുന്നത്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനും അന്നൊരിക്കൽ പിന്നെ ശാലിനിയുടെ ചിത്രം വരയ്ക്കാൻ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ദേഷ്യപ്പെട്ടതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കാർത്തിക ചിന്തിക്കുകയാണ്, ഇവരിങ്ങനെ അസ്തമിച്ചിരുന്നാൽ എൻ്റെ കാര്യമൊന്നും നടക്കില്ലല്ലോ. ശ്യാമ വന്ന സ്ഥിതിക്ക് കാർത്തികയെന്ന് ഞാൻ അല്പം തോറ്റിരിക്കുകയാണ്. ഇനി സത്യഭാമ എന്ന തുറുപ്പ് ചീട്ട് ഇറക്കിയാൽ മാത്രമേ എനിക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് 2 കൈ അങ്ങോട്ട് പൊത്തി അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടി കരയുകയാണ്. കരഞ്ഞങ്ങോട്ട് അഭിനയിക്കുകയാണ്. എന്നിട്ട് ശബ്ദം കേട്ടുകൊണ്ട് ഭാമ നോക്കുന്നുണ്ട്. അന്നേരം എന്തിനാ മോള് കരയുന്നത് എന്ന് പറയുമ്പോൾ സത്യാമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് കാർത്തിക സത്യഭാമയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഏങ്ങലടിച്ച് കരച്ചിലാണ്. അന്നേരം എന്താ മോള് കാര്യം പറയുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ നാടകമൊക്കെ ഭാമയെ വിശ്വസിച്ചിട്ട് എന്താ മോള് കാര്യം തെളിച്ച് പറയുകയാണ്. അന്നേരം സത്യാമ്മയ്ക്ക് ഒഴികെ ഈ വീട്ടിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ചെയ്ത എന്തോ ഒരു മുൻജന്മ പുണ്യം കൊണ്ടാണ് സത്യാമ്മയുടെ ഇവിടെ എനിക്ക് വരാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഭാമയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, എന്നെ ഈ വിഷ്ണുവേട്ടൻ്റെയും എൻ്റെയും നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പപ്പിമോളെ ഒളിപ്പിച്ചതും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആര് എന്തിനെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എന്നേക്കും സത്യാമ്മയ്ക്കും പോലെയുള്ള സാധാരണക്കാർക്ക് കൂർമ്മ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ വലിയ പഠിപ്പും പത്രാസും IAS ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള കൂർമ്മ ബുദ്ധി കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ശാലിനി IAS എന്ന് പറയുമ്പോൾ ശാലിനിയെ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ശാലിനി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെ എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. അന്നേരം അവിടെ ശാലിനിയാണ് പപ്പിമോളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ഭാമയെ കാർത്തിക അവിടെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് സത്യഭാമ ഒന്നുകിൽ പോലീസിനെയും കൂട്ടി പോകും, അല്ലാതെ ആയിരിക്കും ചിലപ്പോൾ പെറ്റീഷൻ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. ശാലിനിക്ക് നേരെ കുടുംബശ്രീ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശാലിനി സംശയമുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിക്കാനുള്ളൊരു പ്ലാൻ ആയിരിക്കും. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും പപ്പി പുറത്ത് വരികയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡാണ് അടുത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.